അപ്പം ഞാനിപ്പോൾ ഈ കാര്യപ്പെട്ടിട്ട് എന്താ എഴുതി കൂട്ടണമെന്നാവില്ല നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മളൊരു ഗിവ് അവേനെ പറ്റിയിട്ട് ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെന്തായാലും ഗിവ് അവേൻ്റെ വിന്നറിനെ ഒരു ലോങ് വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണിപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരുടെ പേരും ഒരു പേപ്പറിലാക്കിയിട്ട് ഇതുപോലെ എഴുതിയിട്ട് നമ്മളിങ്ങനെ കുലുക്കി എടുക്കില്ലേ, പണ്ട് കള്ളനും പോലീസും കളിക്കുന്ന പോലെ അതേപോലെ കുലുക്കി എടുക്കാമെന്നാട്ടാണ് ഞാൻ വിചാരിച്ചേക്കണത്. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ പേര് നോക്കിയിട്ട് നമ്മൾ പേപ്പറിൽ എഴുതി വെക്കുകയാണ് കേട്ടോ. നല്ല ഫ്ലോയിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പേനയുടെ മഷിയ തീർന്ന ഗൈസ്, എന്താ ചെയ്യുക, ഗതികേട്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിനൊന്നും അങ്ങനെ പോകാത്ത കാരണം കൊണ്ട് വീട്ടിൽ പേനയ്ക്ക് ഭയങ്കര ക്ഷാമമാണ് ഗൈസ്. പിന്നെ നമ്മൾ ഐശ്വണ് സ്കൂളിൽ പോകുന്ന അവൾക്കാണെങ്കിൽ ഇപ്പോൾ പേന യൂസ് ചെയ്യാനായിട്ടില്ല, പെൻസിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണത്. പിന്നെ ഞാൻ എഴുതി നോക്കിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് ആ പേന എഴുതുന്നുണ്ടായിരുന്നു, എന്ത് മറിമായാണാവോ. അപ്പോൾ ആ പേന വെച്ചിട്ട് തന്നെ ഞാൻ എഴുതിയിട്ടാണ്. പിന്നെ നമ്മൾ കടയിൽ പോയി ഇപ്പോൾ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഈ വീഡിയോ ഇടൽ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കുകയാണ് ഗൈസിൻ്റെ ഒരു അവസ്ഥ. ആർക്കും പറഞ്ഞാൽ മനസ്സിലല്ല, പിഷ്ക്ക് കാരണമൊന്നുമല്ല കേട്ടോ ഗൈസ്, അങ്ങനെയൊന്നും വിചാരിക്കരുതാരും. അപ്പം നമുക്കിനി വിഷയത്തേക്ക് വരാം അല്ലേ. അപ്പം നമ്മൾ ഗിവ് അവേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കമൻ്റ് ഇടുന്ന ആൾക്കാരിൽ നിന്നാണ് നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പോണത്. അപ്പം നമുക്ക് ഈ പണി വലിയ പണിയില്ലാത്ത പണിയായി പോയിട്ടാണ് ഗൈസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം കമൻ്റ് ഇട്ടിട്ടില്ല, ഒരു 8-10 പേര് അത്രേ കമൻ്റ് ഉണ്ടാവുള്ളൂ. അതിൽ പകുതി പേരും നമ്മളുടെ റിലേറ്റീവ്സാണ് ഗൈസ്. റിലേറ്റീവ്സ് മാത്രമല്ല, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട് കമൻ്റ് ഇട്ടേക്കണത്. അപ്പോൾ എന്തായാലും നമ്മൾ അവരെ ചൂസ് ചെയ്യണില്ല, അവരെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫൗൾ പ്ലേ ആയി പോവില്ലേ. അപ്പം നമുക്ക് അറിയാത്ത സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരിനെ എണ്ണിട്ടാൽ നമ്മൾ ഈ അവരിൽ ഒരാളിനെ എണ്ണിട്ടാൽ നമ്മൾ വിന്നറായിട്ട് തിരഞ്ഞെടുക്കാൻ പോണത്. അപ്പോൾ അവരുടെ പേരാണ് ഞാൻ ഈ തിരഞ്ഞു പിടിച്ച് എഴുതിക്കൊണ്ടിരിക്കണത്. നമ്മൾ റിലേറ്റീവ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും അറിയുന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗിവ് അവേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ അറിയാത്ത ആർക്കെങ്കിലും കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ അവരുടെ പേരാണ് ഞാൻ ഈ എഴുതി കൊണ്ടിരിക്കണത്. പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ ഒരു സോറി ചോദിക്കുകയാണ് കേട്ടോ ഗൈസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ട്യൂസ്ഡേ വിന്നർ ആരാന്ന് പറയുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ട്യൂസ്ഡേ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാണ്ടായിപ്പോയി ഗൈസ്, അറിയാലോ. അപ്പം മോനുണ്ടായതിനു ശേഷം ഇപ്പോൾ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാണ്ട്. വീഡിയോ എടുക്കാൻ എളുപ്പമാണ് ഗൈസ്, പക്ഷേ ഈ എഡിറ്റ് ചെയ്യണ സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കര പാടാണ്. അതിന് നമുക്ക് കുറച്ച് സമയം തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വേറെ എവിടെയും സൗണ്ടും ബഹളവും ഒന്നും ഇല്ലാണ്ടിരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മോൻ കരയുക വാശി പിടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമാധാനത്തിലിരുന്ന് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേഗം അവൻ്റെ അടുത്ത് ഓടിപ്പോവുമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ സംഭവം. അപ്പോൾ നമ്മളിത് എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇത് അവിടെ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ പേരും. ഇനി മടക്കി കുലുക്കി എടുക്കുമല്ലോ. പണ്ടൊക്കെ കള്ളനും പോലീസും കളിച്ച ആൾക്കാർക്കൊക്കെ അറിയാം അങ്ങനെ എടുക്കാൻ. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. കാരണം ആളാരാന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഒരു ഗിവ് അവേ വെക്കുന്നതും പിന്നെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാൾക്ക് ഞാനിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ആദ്യമായിട്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഗിവ് അവേ വെക്കാൻ പോകുന്നത് നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയ ശേഷമായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാട്ടെ, നമ്മളെ ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. 10K വേഗം തന്നെ ആക്കി തരിക. അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലെ ഇതിലും ബെറ്ററായിട്ടൊരു ഗിവ് അവേ വെക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ഗൈസ്. കാരണം ഇതിലും ബെറ്ററായിട്ടൊരു ഗിഫ്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യണ 1, 2, 3 പേർക്കൊക്കെ കൊടുക്കണം എന്നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ ഗൈസ് നമ്മൾ ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കുലുക്കി ഇടാൻ പോവാൻ കേട്ടോ ഗൈസ്. അങ്ങനെ അത് ആലോചിച്ച് പിടിച്ചാൽ സ്ലോ മോഷനിൽ ഒരു ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണാം കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ ഇതാ ഗൈസ് ആളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോളി, സൈബുന്നിസ D5Z എന്ന് പറഞ്ഞില്ല, കണ്ടില്ലേ ഗൈസ് അവിടെ കരയുന്നത്. സൈബുന്നിസ D5Z എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിനാണ് കേട്ടോ നമ്മൾ. മൂട് പോയി ഗൈസ്, മോൻ കറിഞ്ഞപ്പോൾ മൂട് പോയി ഗൈസ്. അങ്ങനെ നമ്മൾ ഗിവ് അവേൻ്റെ വിന്നറിനെ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ആരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈബുന്നിസ D5Z ആണ് കേട്ടോ ആള്. ശരിക്കും പറഞ്ഞാൽ അർഹതപ്പെട്ട ആളെന്നെ കേട്ടോ. ഞാൻ ഈ ഗിവ് അവേ പറഞ്ഞപ്പോൾ മുതലല്ല കേട്ടോ, അതിന് മുൻപ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എപ്പോഴും കമൻറ്റ് ഇട്ടിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ സൈബുന്നിസ D5Z എന്ന് പറഞ്ഞ ചാനലിലുള്ള ആൾ. അപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇതിൽ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് എനിക്കൊന്ന് മെസ്സേജ് ആക്കി നിങ്ങളെ അഡ്രസ്സും പേരൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഗിഫ്റ്റ് സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.